മൈജി അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഞാനേ ഈ ചായ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. സേതു ടോക്കൺ തന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും ശരിയാവില്ല. സത്യം പറഞ്ഞ ഞാനിപ്പോ പെട്ടതുപോലെ. രമേശ് നീ വിവരം വന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആ പാർട്ടിയാണെങ്കിൽ 2 കോടിയിൽ കൂടുതൽ തരാൻ തയ്യാറാണ് സേതു. അതിന്റെ കാരണം സിറ്റിയുടെ ഹൃദയഭാഗമായതുകൊണ്ടാ. ഇവിടെ ഇപ്പോൾ ആലോചിക്കാൻ ഒന്നുമില്ല സേതു. ഞാൻ 2 ദിവസം കൂടി സമയം തരാം. അതിനുള്ളിൽ എന്തെങ്കിലും വഴി കാണാൻ നോക്കും. അയ്യോ വിനയ, അങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെയാ? കാശ് മറിയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, സേതുണ്ണന്റെ അമ്മയുടെ പേരിലുള്ള വസ്തു ഒരു വമ്പൻ പാർട്ടിയാണ് വാങ്ങുന്നത്. ഏത് സമയത്തും കച്ചവടം നടക്കും, പിന്നെ ഒരു താമസവും വരൂല. രമേശ, ഞാൻ വിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അത്രയ്ക്ക് കാശിന് ആവശ്യമുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഞാൻ തരുമായിരുന്നു. അതിപ്പോ നമുക്ക് ആവശ്യമുള്ളപ്പോ ഉപകാരപ്പെടാനുള്ളതാണ് കാശ്. ആ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല സേതു. അതുപോലൊരു ആവശ്യമാണ് എനിക്കിപ്പോ വന്നിരിക്കുന്നത്. അല്ല, ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇത് 1-2 രൂപയല്ലല്ലോ, 50 ലക്ഷം രൂപ വേണ്ടേ? സേതു, മൊത്തം കാശുമായിട്ടാ വന്ന പാർട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഒന്നുകൂടി ആലോചിക്കട്ടെ. ആലോചിച്ചാൽ മാത്രം പോരാ, എത്രയും വേഗം മറുപടി പറയണം. പറയാം. ഈ 2 എന്നുള്ളത് ഒരു 3 ദിവസമാക്കി തരണം, ഒരു സമാധാനത്തിന്. ഓക്കെ, നിങ്ങളും ആഗ്രഹിച്ച ടോക്കൺ തന്നെയല്ലേ? 3 ദിവസം കൂടി ഞാൻ തരാം. അതിനുള്ളിൽ അഡ്വാൻസ് തന്നില്ലെങ്കിൽ ടോക്കൺ തന്ന ക്യാഷ് ഞാൻ തിരിച്ചു തരും. ശരി. ആണോ? അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ നമ്മുടെ ആവശ്യം പറഞ്ഞ് നേരത്തെ തന്നെ എല്ലാം വാങ്ങണമെന്ന്. ഇതിപ്പോ എല്ലാം കൈവിട്ടു പോയ അവസ്ഥയാ. അവിടെ എല്ലാരും ഉള്ളതുകൊണ്ടാ ഞാൻ അവിടെ വെച്ചൊന്നും പറയാത്ത. ഇന്നൊരു തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് പോയാ മതി. ഭാമേ, ഞാൻ വിളിക്കാം. ഭാമേ, ഭാമേ അവിടെ നിന്ന്. നീ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്താ പോകുന്നേ? ഏയ് ഭാമേ, ഭാമി നിക്ക്. ഇങ്ങോട്ട് വന്നേ. എന്താ? എന്തു പറ്റി? നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അതിനർത്ഥം മറ്റാർക്കും എന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ? അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി വ്യക്തമായിട്ടുള്ള മറുപടി തരുമോ? ആദ്യം നീ ചോദിക്കേ. മറുപടി തരേണ്ടതാണെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ അമ്മയ്ക്ക് 5 മക്കളല്ലേ ഉള്ളത്? എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? എന്നാൽ ഇപ്പൊ അമ്മ കുറച്ചൊക്കെ വേർതിരിവ് കാണിച്ചു തുടങ്ങി. ഭാമേ, നിനക്ക് എന്താ പറ്റിയേ? അമ്മ ഇവിടെ ആരെയാ വേർതിരിച്ച് കണ്ടത്? ചേച്ചി ഒഴികെ മറ്റു 4 മക്കളെയും അമ്മ വേർതിരിച്ച് തന്നെയാ കാണുന്നത്. അതോ ഇനി ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടാണോ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഭാമേ, നീ ഏത് തീരുമാനത്തിന്റെ കാര്യം ഈ പറയുന്നേ? ഈ വീട് അമ്മ ചേച്ചിയുടെ പേർക്ക് വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. ചേച്ചി, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ചേച്ചിയുടെ പേർക്ക് മാത്രം ഈ വീട് വാങ്ങുന്നതിനോടെ എനിക്ക് യോജിപ്പില്ല. അമ്മ പറയൂല്ലേ, ചേച്ചിയുടെ പേരിൽ ഈ വീട് വാങ്ങിയ കുടുംബ വീടായി നിലനിൽക്കുമെന്ന്. അതെങ്ങനെയാ ശരിയാവുക? അമ്മയുടെ ഈ തീരുമാനം കാരണം സഹോദരങ്ങൾ തമ്മിലടിക്കും. എന്താ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ, എനിക്കറിയാം ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ ഞാൻ ഈ സംസാരിക്കുന്നതെന്ന്. ഭാമേ, നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞോ? അതെന്താ ചേച്ചി, ഞാൻ ഈ പറഞ്ഞതൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ ഇഷ്ടവും അനിഷ്ടമൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടെ പ്രധാനം.
ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നീ ഇവിടെ എന്റെ വരവ് പ്രതീക്ഷ തന്നെയാ നിന്നിരുന്നെന്ന്. അബി വന്നിട്ടുണ്ടോ ഭാമേ? അതോ പോയോ? റൂമിലുണ്ട്, നാളെ പോവും. ഇപ്പൊ അബിയോട് തന്നെയാ ഞാൻ സംസാരിച്ചോണ്ട് നിന്നെ. നിന്റെ ഇതേ അഭിപ്രായം തന്നെയാണോ അബിക്കുള്ളത്? അതൊന്നും എനിക്കറിയില്ല ചേച്ചി. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ചേച്ചി തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തുണ്ടെങ്കിലും മനസ്സിൽ വെക്കാതെ ചോദിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ നല്ല കാര്യം തന്നെയാ. ഏത് കാര്യത്തിനും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. ഞാൻ ചോദിച്ചതിന്റെ പരുവത്തില്ല. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ചേച്ചി പറഞ്ഞില്ലല്ലോ. ഞാൻ വന്നതല്ലേ ഉള്ളൂ, പറയാം. ഭരത്തേട്ടാ, ഭരതന്റെ ഇന്നലെ സംസാരിച്ചതൊന്നും ആന്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ? അമ്മ തന്നോടെല്ലാം പറഞ്ഞോ? പറയണ്ടല്ലോ, പെരുമാറ്റത്തിൽ അറിയില്ലേ. രാവിലെ നല്ല ഗൗരവത്തിൽ ആന്റി. അതൊക്കെ തനിക്ക് തോന്നുന്നതാ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ അമ്മയ്ക്കില്ലാതെ പോയോ? എന്താടാ അമ്മയുടെ ചിന്താശേഷിയെ കുറിച്ചൊക്കെ പറയുന്നത്? ഒന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാ. ഇന്നലെ എന്തോ ഇവിടെ സംസാരം നടന്നു അറിഞ്ഞു. എന്താ? ഭാമ ഇപ്പൊ ഏതാണ്ടൊക്കെയോ പറഞ്ഞു. അവള് പറയുന്ന എന്താന്ന് അവക്ക് തന്നെ അറിയില്ല. അമ്മ എന്തർത്ഥത്തിലാ ചേച്ചി ഈ വീട് ചേച്ചിയുടെ പേർക്ക് തന്നെ വാങ്ങാന്ന് പറഞ്ഞത്? ശരിക്കും അമ്മയുടെ പേര് തന്നെ വേണ്ട വാങ്ങാൻ. എന്നാലല്ലേ എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ചേച്ചി ഒരിക്കലും ഇതിന് സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഒരേ വാശി, ചേച്ചിയുടെ പേര് തന്നെ വാങ്ങണമെന്ന്. അമ്മ കൂടുതലൊന്നും ആലോചിക്കാതെ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി. എന്തായാലും ചേച്ചി വന്ന സ്ഥിതിക്ക് ചേച്ചി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് അമ്മ ചേച്ചിയുടെ പേര് തന്നെ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്ന് ചേച്ചി തന്നെ ചോദിക്കണം. അതെ ചേച്ചി, അല്ലെങ്കിലും ഒരാളുടെ പേരിൽ ഈ വീട് വാങ്ങുന്നത് ശരിയല്ലല്ലോ. ചേച്ചിയുടെ പേരിൽ വാങ്ങിയാലും ഒടുവിൽ ചേച്ചിക്ക് തന്നെ അത് തലവേദനയാവും. അമ്മയുടെ പേരിൽ എന്തെങ്കിലും വേണ്ട ചേച്ചി? അമ്മയ്ക്ക് കിട്ടിയ പ്രോപ്പർട്ടി വിൽക്കാൻ പോവല്ലേ? അല്ലെങ്കിൽ 4 ആളുടെ മുമ്പിൽ ഇത് നമ്മുടെ കുടുംബ വീടാണെന്ന് അഭിമാനത്തോടെ പറയണമെങ്കിൽ അമ്മയുടെ പേര് തന്നെ ഈ വീട് വേണം. നിനക്കിന്ന് ഡ്യൂട്ടിക്ക് പോണ്ടേ? പോണേ ചേച്ചി, സമയമാവുന്നുള്ളൂ. നമ്മൾ പറഞ്ഞതൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതിന് മോശമായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാ പിടിച്ച്